Hi, see the question. The RMS speed of oxygen molecules at 47 degrees C is equal to that of hydrogen molecules kept at dash degree Celsius. Mass of oxygen molecule by mass of hydrogen molecule is equal to 32/2. ഓ അത് അടക്കം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ RMS സ്പീഡാണ്. RMS സ്പീഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. RMS VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT ഡിവൈഡഡ് ബൈ എം ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് VRMS പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T ഡിവൈഡഡ് ബൈ എം. റൂട്ട് ഓഫ് T ഡിവൈഡഡ് ബൈ എം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത്, അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാണ്, വി ഓക്സിജൻ ഡിവൈഡഡ് ബൈ വി ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ഓക്സിജൻ ബൈ ടി ഹൈഡ്രജൻ ഇൻറ്റു എം ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ എം ഓക്സിജൻ. റെഡി അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്സിജന്റെ ടെമ്പറേച്ചർ തന്നിട്ട് ഇത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ 47 + 273 അല്ലേ? യെസ്, ദെർഫോർ റൂട്ട് ഓഫ് ഓക്സിജൻ്റെത് 273 വരുമ്പോൾ 280, ഓക്കെ, 220 ഡിവൈഡഡ് ബൈ TH into 220 അല്ല 320 കേട്ടോ, സോറി, 320 ഡിവൈഡഡ് ബൈ TH ഇൻറ്റു ഇവിടെ ഓക്സിജൻ ബൈ, ഓക്കെ, ദെർഫോർ തിരിച്ചിടണം 2 ഡിവൈഡഡ് ബൈ 32. ഓക്കെ, 2/32 ശരിയല്ലേ? യെസ്. അപ്പോൾ കട്ട് ചെയ്താൽ നമുക്കിതാ ഇവിടെ 10 കിട്ടി. ദെർഫോർ മാത്രമല്ല ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, രണ്ടും ഈക്വൽ ആണെന്നാണല്ലോ സംസാരിച്ചത്. ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ രണ്ട് ഇക്വേഷനും കൂടെ ഓർ 1/1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 ഡിവൈഡഡ് ബൈ TH ആണ്, ഓർ TH ഈക്വൽ ടു 20 കെൽവിൻ എന്ന് കിട്ടി. 20 കെൽവിൻ. പക്ഷേ ഡിഗ്രി സെൽഷ്യസിലാണ് ആൻസർ ഉള്ളത്. കൺഫ്യൂഷൻ ആവരുത്. TK എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ 273 + TC ആണ്. പക്ഷെ ഇവിടെ നമുക്ക് TC ആണ് വേണ്ടത്. അപ്പോൾ TK - 273 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്താ വരിക, 20 - 273 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 - 273, which is equal to -253 degree Celsius is the final answer. Yeah, minus option 3 is correct. Option 3 is the right answer.